നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയതിന്റെ ക്ഷീണം തീരുന്നതിന് മുൻപ് തന്നെ NCP അജിത് പവാർ പക്ഷം പിളർപ്പിലേക്ക് എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. ക്യാബിനറ്റ് മന്ത്രി പദം കൂടി നിഷേധിക്കപ്പെട്ടതോടുകൂടിയാണ് NCP അജിത് പവാർ പക്ഷത്തിലെ ഒരു വിഭാഗം പാർട്ടി പിളർത്തിയേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുന്നത്. മന്ത്രിസഭാ വികസന വേളയിൽ NCPയുടെ ഈ ഒരു ആവശ്യം പരിഗണിക്കുമെന്നുള്ള ഉറപ്പ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നാവിസ് നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും അതുവരെ കാത്തിരിക്കാൻ അല്ലെങ്കിൽ ആ ക്ഷമയോടുകൂടി ഈ കാലയളവ് പൂർത്തീകരിക്കാൻ അജിത് പവാറിനൊപ്പമുള്ള നേതാക്കൾ തയ്യാറാകുമോ എന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ വർഷം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവേ ഈ പാർട്ടി പിളർത്തി കൊണ്ടുവന്നവർ വോട്ട് പിടിക്കാൻ പോകുന്നവരല്ല എന്ന് BJP ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യത്തിൽ ഈ NCP അജിത് പവാർ പക്ഷവും അതിനോടൊപ്പം തന്നെ ശിവസേന ഷിൻഡെ പക്ഷവും ഈ രണ്ട് കൂട്ടരുടെയും കാര്യത്തിൽ ഇനി BJP എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. മഹാവികാസ് അഘാഡിയിലെ സഖ്യകക്ഷികളെ പിളർത്തി ചിഹ്നവും സീറ്റും ഒക്കെ ഒപ്പിച്ചുവെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു തങ്ങൾക്കൊപ്പം വന്നവരല്ല യഥാർത്ഥ പാർട്ടിക്കാരെന്ന്. എന്തായാലും ഈ ശരത് പവാറിനെ NCPയെ പിളർത്തിക്കൊണ്ട് വന്ന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയ അജിത് പവാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് വെറും ഒരേ ഒരു സീറ്റ് മാത്രമാണ്. 4 സീറ്റിലാണ് അജിത് പവാറിന്റെ NCP മത്സരിച്ചത്. അതേസമയം ശരത് പവാറിന്റെ NCP കോൺഗ്രസ് സഖ്യത്തിനൊപ്പം നിന്ന് മത്സരിച്ച 10 സീറ്റിൽ 8 എണ്ണവും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. BJPക്കൊപ്പമുള്ള ഏക്നാഥ് ഷിൻഡെ ശിവസേന 15 ഇടത്ത് മത്സരിച്ച് നേടിയത് 7 സീറ്റാണ്. 21 ഇടത്ത് മത്സരിച്ച ഉദ്ധവ് താക്കറെ നേടിയതാവട്ടെ വെറും 9 സീറ്റുകൾ മാത്രമാണ്. പക്ഷേ ഇതിലൊരു വ്യത്യാസമുണ്ട്. കാരണം ഈ ഉദ്ധവ് ശിവസേന കഴിഞ്ഞ തവണത്തേക്കാൾ 4 സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ അജിത് പവാറിനും ഷിൻഡെയ്ക്കും ഒന്നും ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പഴയ വിലപേശൽ ശക്തി അവർക്ക് കുറഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരടവും ഇനി നടക്കാനും പോകുന്നില്ല. മദർ പാർട്ടിക്കപ്പുറം ഒരു തെരഞ്ഞെടുപ്പിൽ ഇനി ഇവർക്ക് സാധ്യതയുണ്ട് എന്ന് കരുതാനും മാത്രം ചിന്താശേഷി ഇല്ലാത്തവരല്ല BJPയുടെ അമരത്തുള്ളത്. മാത്രമല്ല ഇവരെ ഒപ്പം നിർത്തിയാൽ തങ്ങൾക്കുള്ള പാർട്ടി വോട്ടുകൾ കൂടി നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള ഒരു ചിന്ത കൂടി BJP നേതൃത്വത്തിനുള്ളിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഷിൻഡെയും അതിനോടൊപ്പം തന്നെ അജിത് പവാറും മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടികളെ ഒപ്പം കൂട്ടി നിയമസഭയിൽ മത്സരിച്ചാൽ സംസ്ഥാനം കൈവിട്ടു പോയേക്കാം എന്നുള്ള ആശങ്ക BJP വൃത്തങ്ങൾക്ക് കാര്യമായുണ്ട്. എന്തായാലും പിളർത്തി ഒപ്പം നിർത്താനും ഒപ്പം നിർത്തി ഇല്ലാതാക്കാനും ഒന്നും മടിയില്ലാത്ത BJP രീതിയെ ഇപ്പോൾ ഷിൻഡെയും അജിത് പവാറും ഭയക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. തങ്ങളുടെ നേതാക്കളെ BJP അവരുടെ പാളയത്തിൽ എത്തിച്ച് തങ്ങളെ നിരായുധരാക്കി അപ്രസക്തരാക്കി മാറ്റുമോ എന്നുള്ള ഭയം കൂടി ഈ അജിത് പവാറിനും ഷിൻഡെയ്ക്കുമുണ്ട്. ഇത്തരത്തിലുള്ള ആശങ്കകളുടെ ആദ്യ സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുന്നത് നിലവിൽ എന്തായാലും NCP അജിത് പവാർ പക്ഷത്ത് നിന്ന് തന്നെയാണ്. NCP പിളർന്നേക്കാം എന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കാതോർക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.